പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു കോഴ്സിലേക്കുള്ള എൻട്രി രണ്ട് രീതിയിലുണ്ട്. ഒന്നുകിൽ പ്ലസ് ടുവിന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട്. പ്ലസ് ടുവിന്റെ മാർക്കിനെ ബേസ് ചെയ്ത് അഡ്മിഷൻ ലഭിക്കുന്ന കോഴ്സുകളാണെങ്കിൽ അത് ഏതൊക്കെ ക്യാമ്പസുകൾ, ഏതൊക്കെ കോഴ്സുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി എൻട്രൻസ് എക്സാമിനേഷൻ വഴി അഡ്മിഷൻ ലഭിക്കുന്ന ക്യാമ്പസുകളാണെങ്കിലോ എൻട്രൻസ് എക്സാമിനേഷന് നന്നായി പ്രിപ്പയർ ചെയ്ത് ഏറ്റവും മികച്ച ക്യാമ്പസിൽ തന്നെ അഡ്മിഷൻ നേടണം. ഇതിൽ ഏത് മെത്തേഡിലൂടെ ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു നാഷണൽ ലെവൽ അക്രഡിറ്റേഷൻ ഉള്ള ഏറ്റവും മികച്ച ക്യാമ്പസ് ആയിരിക്കണം കോഴ്സ് പഠിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത്. പ്ലസ് ടുവിന്റെ മാർക്കോ എൻട്രൻസിന്റെ മാർക്കോ കുറവാണെങ്കിൽ നല്ല ക്യാമ്പസുകൾ അഡ്മിഷൻ ലഭിക്കത്തില്ല. തീർച്ചയായും ഓർക്കേണ്ട ഒരു കാര്യം, ഈ ക്യാമ്പസിലുള്ള പഠനത്തിലൂടെയാണ് മികച്ചൊരു കരിയറും പ്രൊഫഷനും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോ നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യപ്പെടേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിവ് ഡെവലപ്പ് ചെയ്യണം. ഇനി ഈ കഴിവ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ഒരു കോഴ്സ് ആയിരിക്കണം നാം സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ താല്പര്യമുള്ള കോഴ്സും കഴിവ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ക്യാമ്പസും ആണ് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നതെങ്കിൽ അതിലൂടെയുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ കരിയർ ഡെസിഗ്നേഷൻ, ആ പ്രൊഫഷൻ എന്ന് പറയുന്നത് മികച്ചതായി മാറും. അങ്ങനെയാണെങ്കിൽ ഒരു മികച്ച ക്യാമ്പസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ക്യാമ്പസിന്റെ അക്രഡിറ്റേഷൻ, ഈ കോഴ്സിനുള്ള വാലിഡിറ്റി, നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ ഇതിനൊരു റിലവൻസ് ഉണ്ടോ. മൂന്നാമതായിട്ട്, ഈ ക്യാമ്പസിന്റെ ഡിസിപ്ലിൻ, ഈ ക്യാമ്പസിന്റെ റിസൾട്ട് പെർസെൻറ്റേജ്, ഇതെല്ലാം മനസ്സിലാക്കി വേണം ഒരു ക്യാമ്പസ് തിരഞ്ഞെടുക്കാൻ. അപ്പോ പ്ലസ് ടുവിന്റെ മാർക്കോ എൻട്രൻസ് എക്സാമിനേഷന്റെ റാങ്കോ കുറവാണെങ്കിൽ, നല്ല ക്യാമ്പസുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം, കരിയറിലേക്കുള്ള എൻട്രി, ആ പ്രൊഫഷൻ ഒക്കെ അതേപോലെ നിലവാരമില്ലാത്തതായി മാറും. അപ്പോ നാം തീരുമാനിക്കേണ്ട ഒരു കാര്യം, പ്ലസ് ടുവിന് ശേഷം പഠിക്കുന്ന ക്യാമ്പസ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ചതായിരിക്കണം, ഏറ്റവും പ്രൊഫഷണൽ ആയിരിക്കണം. അതിലൂടെയാണ് നമ്മുടെ ലൈഫിനെ മികച്ച ഡെസിഗ്നേഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.